പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ചുറ്റട്ടെ, അവനും അവളും കൂടെ സന്തോഷത്തോടെ ചുറ്റി തിരിയട്ടെ. അതിൻ്റെ ഒടുവിൽ രണ്ടിനെയും ശരിക്കും ചുറ്റിക്കുന്നുണ്ട് ഞാൻ. പ്രതാപ, നീ ഇന്ന് തന്നെ അത് ചെയ്യാൻ പോവാണോ? ചെയ്യാൻ ശ്രമിക്കാമേ. സാഹചര്യം അനുകൂലമായാൽ നല്ല വാർത്തകൾ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. എടാ പ്രതാപ, എന്റെ നെഞ്ചിടിക്കുവാടാ. ചില്ലറ കാര്യമൊന്നും അല്ല നീ ചെയ്യാൻ പോകുന്നേ. ചെയ്തു കഴിഞ്ഞാലോ പിന്നെ നിന്നെ എനിക്കൊന്ന് കാണണമെങ്കിൽ ജയിലിൽ വന്ന് കാണേണ്ടി വരുമല്ലോടാ. അമ്മേ, മനസ്സ് മടുത്തിട്ട് നമ്മുടെ കുഞ്ഞ് മരിക്കുന്നതാണോ നല്ലത്, അതോ എന്നെ ജയിലിൽ വന്ന് കാണുന്നതാണോ? എന്താ അപ്പൊ ഒന്നും പറയാത്തെ? കരുണമോള് പോയി കഴിഞ്ഞാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അർത്ഥമുണ്ടോ അമ്മേ? ഓ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായി പോയല്ലോ എന്റെ പ്രതാപ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അതിനുള്ള അവസരം വന്നു കഴിഞ്ഞു. ഇനി പായണം അവന്റെ കാറിന് പിന്നാലെ. അതിനെ കാറ് ഡ്രൈവ് ചെയ്യുന്നത് അവനല്ലല്ലോ, അവന്റെ ഡ്രൈവർ അല്ലേ? ആയിക്കോട്ടെ, അവന് എന്തിനും ഏതിനും തുണയായിട്ട് നിൽക്കുന്നത് ഈ സുമേഷ് എന്ന് പറയുന്ന ഡ്രൈവറാ. ലക്ഷ്മിയും കണ്ണനും അപകടത്തിൽപ്പെടുമ്പോ അവർക്കൊപ്പം അവനും കൂടെ അങ്ങ് പൊയ്ക്കോട്ടെ. മരിച്ചതിന് ശേഷം അവർക്ക് കൂട്ടായിട്ട് അങ്ങ് പൊയ്ക്കോട്ടെ അമ്മേ. ഓ, ഇവിടെ പട്ടിയെ പൂച്ചയൊന്നും അല്ല കൊല്ലുന്നത്, ഒരു മനുഷ്യനെയാ. ഓ, ഇതിനു മുമ്പ് അമ്മയെ അതിനൊക്കെ ശ്രമിച്ചതല്ലേ? അപ്പൊ ഇങ്ങനൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നോ? എടാ, എന്റെ കൊച്ചുമോളെ വേദനിപ്പിച്ച ലക്ഷ്മിയും കണ്ണനും ഈ ലോകത്ത് പാടില്ലെന്ന് നിന്നെ പോലെ തന്നെ ആഗ്രഹിക്കുന്നവളാണ് ഞാനും. എന്നാലും ഈ അടുത്ത സമയത്തുണ്ടായ ഓരോരോ സംഭവങ്ങൾ ഓർക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ഭയം പോലെ. എടാ, നമ്മളിപ്പോ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതല്ല നമുക്ക് നേരെ തിരിഞ്ഞു കുത്തുവാണല്ലോ. അങ്ങനൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പൊ എന്തോ 1-2 ദിവസമായിട്ട് എന്നെ ശല്യം ചെയ്യുന്നില്ല. ഇനിയിപ്പോ പ്രേതത്തിന്റെ ശല്യം ഉണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ലമ്മേ. കണ്ണന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങ് കൊണ്ടുപോടന്നേ. എന്നാലും നമ്മുടെ മുമ്പിൽ നിന്നാ നമ്മുടെ കൊച്ചു ആത്മഹത്യ എന്ന് പറഞ്ഞേ. അത് കേട്ടപ്പോ മുതലും എനിക്കാരെയും ഭയമില്ലാതായി പോയി. എന്നാ പിന്നെ നീ എന്താന്ന് വെച്ചാ ചെയ്യ. പക്ഷെ ചെയ്യുമ്പോ അതിനൊരു വൃത്തിയും വെടുപ്പും ഉണ്ടാവണം. അതുകൊണ്ടാമ്മേ ഞാൻ എന്റെ ആയുധം തന്നെ പുറത്തെടുത്തേ. എന്റെ ലോറി മോൻ, അവൻ ഒരിക്കലും എന്നെ ചതിച്ചിട്ടില്ല. ആ ലോറി കൊണ്ട് കണ്ണന്റെ അച്ഛനെ മാത്രമല്ല മറ്റു പലരെയും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പലരെയും കിടത്തി കളഞ്ഞിട്ടുണ്ട്, കണ്ണനെ വീൽ ചെയറിലാക്കിയതുപോലെ. ഇതുവരെ അവൻ എന്റെ ആഗ്രഹം നടത്തി തരായിരുന്നിട്ടില്ല. ഇവിടെയും അത് തന്നെ സംഭവിക്കും. അവനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരോട്? എന്റെ ലോറി മോനോട് തന്നെ. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാളും ഹൃദയമുള്ളവനാ ഞാൻ വളയം പിടിക്കുന്നവൻ. അവൻ എന്റെയും മോളുടെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹം നടത്തി തരുമേ. അമ്മ ആഗ്രഹിക്കുന്ന വാർത്ത കേൾക്കാൻ അത് നമ്മുടെ മോളോട് പറയാൻ അമ്മ തയ്യാറായിരുന്നു.